ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാമ്പർ സെറ്റാക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്, കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ. ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ, ചോക്ലേറ്റ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാനാണ്. അങ്ങനെ ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കിയാണ് ലാസ്റ്റ് തിരഞ്ഞിട്ട് ഇതാണ് കിട്ടിയത്. കുറച്ചും കൂടി എനിക്ക് ഭംഗിയായി തോന്നിയത് ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചും ചെയ്ത്, അവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സിനോടാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതാണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പരാഗക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് വാങ്ങിയിരുന്നു, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പുത്തനത്താണി പരാഗക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഇല്ലാത്ത ക്ലോത്ത് ഇല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്, ക്ലോത്ത് ഐറ്റംസും എല്ലതും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങി. അങ്ങനെ ഡ്രസ്സും വാങ്ങി, ക്ലോത്തും വാങ്ങി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് പോണത് ചോക്ലേറ്റ്സ് വാങ്ങാനാണ്. അപ്പോൾ അതിന് വേണ്ടി പോണത് പട്ടണനിറക്കാവിലുള്ള ചോക്കോ ഫിൽസ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് മിഠായി ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹാമ്പറും എല്ലതും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനും അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്, പാർട്ട് ടൈം ആയിട്ടാണ് ജോബിന് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും, അവളെ പേര് ബിൻസി എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, ഓരോന്ന് സെലക്ട് ചെയ്യുക, അങ്ങോട്ട് എടുത്ത് വെക്കുക, ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അവളും ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുക, വെക്കുക, അതുതന്നെ ഇത് പണി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബെല്ലാവിറ്റിൻ്റെ പെർഫ്യൂം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ബെല്ലാവിറ്റിൻ്റെ പെർഫ്യൂം മതി. എല്ലാവരും പറയുന്ന ഹാമ്പറിൽ ഈ ഒരു സാധനം വെച്ചാൽ മതി എന്നാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, സംഭവം നല്ല സ്മെല്ലാണ്. അതാണ് എല്ലാവരും ഈ ഒരു പെർഫ്യൂം പറയുന്നത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വെക്കുന്നത് കസ്റ്റമർ ഇഷ്ടത്തിനല്ല കേട്ടോ, ഒക്കെ എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ കാരണം എന്താണെന്നല്ലേ, കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ മാമനാണ്. അപ്പോൾ മാമൻ തന്നിട്ട് ചെറിയൊരു ഓർഡറാണ്. മാമൻ്റെ വൈഫ്, അതായത് എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാമ്പർ സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു. ആളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് സെറ്റാക്കി തരുമോ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ, എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞതാണ്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ വോയിസ് ഓവർ കൊടുക്കാൻ മടിയായിട്ടാണ് ഇങ്ങനെ ലാഗായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓരോ ചോക്ലേറ്റ്സ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, ഏതാണ് മാച്ച് ആയത്, ബോക്സിന് മാച്ച് ആവണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗാലക്സി എടുത്തു. ഇനി അടുത്തത് ഡയറി മിൽക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുക്കുകയാണ്. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ ഏകദേശം സെറ്റായി. അടുത്തത് ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവർ മാച്ച് ആയത് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് വൈറ്റ് ഫ്ലവറാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ തെർമാക്കോൾ വെച്ചാലോ എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് വെച്ചിട്ട് മുകളിൽ ഈ ചോക്ലേറ്റ്സ്, ഗാലക്സി, ഡയറി മിൽക്ക് അതൊക്കെ വെക്കാനാണ് പ്ലാന്. പിന്നെ ഫ്ലവറിന് ഇങ്ങനെ ഈ ഫോക്സ് ബോൾ വെച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓൾക്ക് എന്നുള്ളൊരു ആക്രിൽ കട്ടിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നോക്കിയത് പാക്കറ്റായിട്ടുള്ള എന്തെങ്കിലും മിഠായിയാണ്. അപ്പോൾ അത് ഞാൻ എക്ലെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു മിഠായും അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കണുള്ളൂ. എന്തായാലും ഈ എക്ലെയർ എടുത്തിട്ടുണ്ട് പാക്കറ്റ്. പിന്നെ ഈ ഒരു ബൊക്കറ്റ് എങ്ങനെയുണ്ട് കാണാൻ, നല്ല രസമല്ലേ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കലാണ് ഷോപ്പിൽ, കാരണം കസ്റ്റമേഴ്സ് ചോദിച്ചാൽ ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാമല്ലോ. ഒരാൾ ചെറിയൊരു ഡൗട്ട് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരട്ടാ. ഇപ്പം തന്നെ യൂട്യൂബിന് പൈസ കിട്ടുമോ? ഇത് ഒരിക്കലും കിട്ടൂല. ഇതെടുക്കാം എന്നിട്ട് ഇത് പിക്ക് ചെയ്യണ വീഡിയോ എടുക്കാം, ഇതെടുക്കണ വീഡിയോ എടുക്കാം, അതിക്ക് കൊണ്ടുപോയി അതാ ബോക്സിലെ സാധനങ്ങളൊക്കെ ഒന്നിനെയടി വീഡിയോ എടുക്കല്ലേ ആൾക്കാരെ ആൾക്കാരെ. കേട്ടില്ല, അവളെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം കേട്ടില്ലേ. ചെറിയ ചെറിയ മണ്ടത്തരം പറയുമെങ്കിലും ആൾ പാവാണ്, കുഴപ്പമൊന്നുമില്ല. പഠിച്ചോനെ ഈ വീഡിയോ കാണാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു മാഗസിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള
പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യണേ. എനിക്കറിയാം എന്തായാലും നിങ്ങളെല്ലാ കുട്ടികളാണ്, എല്ലാവരും ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ളത്. ആ പരിസരത്തുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയത്. എത്ര മെല്ലെ ഇറങ്ങിയാലും ഹീലുള്ള ചെരുപ്പായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയാണ്. പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്, പ്രൈസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് അതൊക്കെ ചെയ്തത്. കാണുന്നവർക്ക് എന്താ, ഒരു ബോക്സിൽ കുറച്ച് മുട്ടായി ആക്കുക, കുറച്ച് ഐറ്റംസ് ആക്കിയാൽ സംഭവം സെറ്റ്. അതിനാണ് ഇത്ര റേറ്റ് ചോദിക്കണമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു ബോക്സിൽ ഈ തട്ടിക്കൂട്ടി കുറച്ച് സാധനങ്ങൾ വെക്കുന്നതിനാണ് ഇത്ര റേറ്റ് എന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കഷ്ടപ്പാട് ആ ചെയ്യുന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ചെയ്യൽ മാത്രമല്ലല്ലോ, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യും വേണം. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ആകുമ്പോൾ അതും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ കഷ്ടപ്പാടും. ഇപ്പോൾ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 12 മണി ആയിട്ടുണ്ട്, മോർണിംഗ്. അപ്പോൾ ഇതെന്തായാലും ആൻറ്റിക്ക് ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആൻറ്റിക്കും ഇഷ്ടമായി, മാമൻക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെന്ന് താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.